ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്നിപ്പോൾ നമ്മുടെ റേഷൻ കടയിലെ അരി വെച്ചിട്ട് കുക്കറിലിട്ടിട്ട് ചോറാക്കുന്ന ഒരു മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ ലഞ്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടി ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ റേഷൻ കടയിലുള്ള കുത്തരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം അരിയൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കുക്കറിൻ്റെ ഈ ഒരു സൈഡിലത്തെ പിടിയിൽ വിട്ടുപോയിട്ടാ. അപ്പം ഞാൻ അത് കാരണമാണ് അത് ഇല്ലാണ്ട് ഇരിക്കണത്. പക്ഷേ ഈ ഒരു കുക്കറാണെങ്കിൽ എനിക്ക് കറക്റ്റ് നമ്മൾ വെക്കണ ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കുക്കറാകുമ്പോൾ നമുക്കത് എപ്പോഴും നല്ല പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു കുക്കറിൽ തന്നെയാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടാണ്ട് ഇനിയിപ്പോൾ ഞാൻ സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പിൽ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ തിളച്ചൊക്കെ പോകും. അപ്പോൾ അതുപോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ. പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിളച്ച് തൂവി പോകില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ കുക്കറൊന്ന് അടച്ചു കൊടുത്തിട്ട് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോറും സാമ്പാറിനുള്ള പരിപ്പും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ക്യാബേജ് എടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരു കേടും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാബേജ് എടുക്കുമ്പോൾ എനിക്കിത് മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ, പകുതി മതിയാകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെണ്ടക്ക നുറുക്കി വെച്ച് കഴിഞ്ഞാൽ കേട് വന്ന് പോകില്ലേ എന്ന്. കണ്ടില്ലേ, അത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും കുക്കർ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ചില കുക്കറിൽ ഇപ്പോൾ ഈ ഒരു കുക്കറിൽ എനിക്ക് അധികം വിസിലുണ്ടെങ്കിൽ മാത്രമാണ് വെന്ത് കിട്ടുള്ളൂ. ആ സമയം ഞാൻ അപ്പുറം അരി വെച്ചിട്ടുള്ള ആ കുക്കർ അതിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വിസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ അരി വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാലും പരിപ്പ് തന്നെ വേവാനായിട്ട് ഇത്തിരി ടൈം എടുക്കും കേട്ടോ. ഇതിൽ ഒരു 5 വിസിലൊക്കെ വേണം. അപ്പം ഞാൻ ഏകദേശം ഒരു 3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കഷ്ണങ്ങൾ എടുത്തിട്ടത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു വിസിലും കൂടി കേൾപ്പിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളും വെന്ത് കിട്ടും. അപ്പം ഞാനിതിൽ വെണ്ടക്ക ഇട്ടിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിന് ഒരു ചെറിയൊരു വേവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഈ ഒരു സമയത്ത് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇതിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആട്ടോ. അപ്പോൾ അത് കാരണം ഞാനിത് 2 എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പച്ചക്കറി ഇട്ട സമയത്ത് ഒരു 3-4 വെണ്ടക്കയുടെ കഷ്ണങ്ങൾ ഇതിലോട്ട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മാറ്റാൻ നിന്നില്ല കേട്ടോ. ഇതിപ്പോൾ കഷ്ണങ്ങൾ വേവിക്കണ സമയത്ത് ആ വെണ്ടക്കയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. പക്ഷെ നമ്മൾ അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കറി റെഡിയായി കഴിഞ്ഞിട്ട് ചേർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ക്യാബേജിലോട്ട് വേണ്ടിയിട്ടുള്ള ഒന്ന് തേങ്ങ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് അരിഞ്ഞ സമയത്ത് ഞാൻ സവാള ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അത് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 3-4 ചോള കൊച്ചുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ കുക്കറിൻ്റെ അകത്ത് ഒരു 3 വിസിലാണ് എനിക്ക് അടിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൻ്റെ അളവിൽ ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചോറ് കറക്റ്റായിട്ട് വേവാറുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചത്ര തന്നെ വെള്ളമാണ് ആ അരിയിട്ടതിൻ്റെ തൊട്ട് കുറച്ച് മുകളിലായിട്ട് വന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ ചോറ് കിട്ടും കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ ഊറ്റാനൊന്നും നിൽക്കണ്ട, ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇതേപോലെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ കഴിക്കാം. ഇനിയിപ്പോൾ അതല്ല ചോറ് ഇങ്ങനെ വിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കണം. ഒരു 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഊറ്റി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിക്കിട്ടും. എനിക്കിന്നിപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ള റേഷനരി എന്ന് പറയുന്നത് കുറച്ച് വേവുണ്ട് കേട്ടോ, ഒരുപാടല്ല എന്നാലും കുറച്ച് വേവുണ്ട്. ആ ഒരു രീതിയിലുള്ള അരിയാണ് കേട്ടോ ഇത്. അതേസമയം നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി ഉണ്ടല്ലോ, അതാകുമ്പോൾ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ. ഞാനിനി വെള്ളരി വെക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതും ഇതുപോലെ കുക്കറിൽ വെക്കാറുണ്ട്.
അത് പിന്നെ അധികം നമ്മൾക്ക് ടൈം എടുക്കില്ല. പക്ഷേ ഈ ഇതുപോലുള്ള കുത്തരിയൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. അതാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കലത്തിൽ വെച്ചാൽ തന്നെ നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ കുക്കറില്ലേലും അത് നമ്മൾക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു കുത്തരിയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കുക്കറിലൊക്കെ ഇട്ട് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയവും ലാഭമാണ്, നമ്മളുടെ ഗ്യാസും ലാഭമാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതിൽ ക്യാബേജ് ഒന്ന് ഉലത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ട് ചൂടായ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും ഇട്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്യാബേജും സവാള എല്ലാം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുള്ളൂ ഞാനിതിൽ. ഇത് 2 പ്രാവശ്യമായിട്ടുള്ളതുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കണം. കണ്ടില്ലേ, അതെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ക്യാബേജ് ചെറിയ രീതിയിലൊന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ നേരത്തെ വെച്ചിരുന്ന സാമ്പാറും ഒന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ പുളിവെള്ളം നമ്മൾ കുറേ സമയം സോക്ക് ചെയ്ത് വെക്കുന്നതിന് പകരമായിട്ട് പുളി നമ്മൾക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൾപ്പ് നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിതിൽ വെണ്ടക്ക ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ വെണ്ടക്ക ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 എണ്ണം അതിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റാണെങ്കിൽ വെണ്ടക്ക ഉടയാണ്ടും കിട്ടും കേട്ടോ. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഓരോന്നും വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാണ്ട് തന്നെ ഇതിലേക്കത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതേ നമ്മളുടെ ചോറ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു സ്റ്റൈനറിലോട്ട് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അതേ ചോറ് വെക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ വെച്ച പോലെ ഒന്ന് പയ്യെ ചെരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം ഊർന്ന് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും അടിയിലത്തെ ആ ഒരു ഭാഗത്ത് മാത്രം വെള്ളം കിടക്കണ ഒരു ഫീൽ വരാറില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് പയ്യെ ചെരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല കേട്ടോ. നല്ല വിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ചോറ്, ഒട്ടും അതിൻ്റെ അകത്ത് വെള്ളവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചോറൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചില ആളുകളുടെ കുക്കറിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആദ്യം 2 എണ്ണം ഒന്ന് അടുപ്പിച്ച് നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് മാത്രം 3ലോട്ടാക്കാം കേട്ടോ. എനിക്ക് എൻ്റെ ഒരു കുക്കറിൻ്റെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കേതായാലും ഈ ഒരു രീതി സക്സസ് ആണ്. നിങ്ങൾക്ക് കണ്ടില്ലേ ചോറ് എൻ്റെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒട്ടും ഒട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നമ്മളുടെ ക്യാബേജ് പോലത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ വെക്കാണ്ട് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു പാത്രം അപ്പം തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളുടെ കിച്ചണിൽ അധികം പാത്രങ്ങൾ കിടന്നിട്ടുള്ള ഒരു ബഹളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതാണ് കേട്ടോ, ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചോറിന് വേണ്ടിയിട്ട് ടേബിളിലോട്ട് എടുത്ത് വെക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ സാമ്പാറിന് ഇപ്പോൾ താളിക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി ചെയ്യണത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു പാത്രം പെട്ടെന്ന് തന്നെ കഴുകി വെക്കാം, അതല്ലെങ്കിൽ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുത്തതിന് തന്നെ ഈ ഒരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ വന്ന് കൂടണതും പാത്രങ്ങൾ കഴുകാനുള്ള ബുദ്ധിമുട്ടും നമുക്കിതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ആ ഒരു പാത്രം കഴുകിയിട്ട് സാമ്പാറിന് താളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കടുകും വേപ്പിലയും എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ സാമ്പാറിനൊക്കെ താളിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കും. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാറിൻ്റെ മസാലയും ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഗ്യാസ് ഓണാക്കാറുള്ളൂ. ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു പാകം അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ സാമ്പാറിൻ്റെ പൊടിയൊന്നും കരിയുമില്ല, നമ്മൾക്ക് സമാധാനമായിട്ട് അത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് വിട്ടോ ഇതാണ്. അപ്പം ഞാനിപ്പോൾ സാമ്പാറിൻ്റെത് ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അല്ല അത് ഒഴിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം ഞാൻ അതിന് ശേഷമാണ് കേട്ടോ പുളിവെള്ളം ഒഴിച്ചത്. പിന്നെ നമ്മൾ ആ താളിച്ച പാത്രത്തിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇന്നിപ്പോൾ നമ്മളുടെ ചോറും കറികളും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് ഭയങ്കര ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിലെല്ലാം സെറ്റാക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് എനിക്ക് ചോറും കറിയും എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ ഒരുപാട് വൈകിട്ടാണ് ഇന്നിപ്പോൾ ചോറ് ഉണ്ടാക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോസ് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.